തോറ്റ പാർട്ടിയാണ്, തോറ്റ CPM ആണ് കൂടുതൽ ശക്തിയുള്ള CPM. അത് കേരളത്തിൽ ഈ 10 കൊല്ലം അവർ തോറ്റിട്ടില്ലാത്തതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ പരിചയം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മറ്റേ അയ്യപ്പനും കോശിയിലും ഉള്ള എന്താണ്, നീ ഇത്രയും നേരം യൂണിഫോം ഉണ്ടായിരുന്നു അയ്യപ്പന്, യൂണിഫോം ഇല്ലാത്ത അയ്യപ്പൻ ബുദ്ധിമുട്ടാണ് കേട്ടോ എന്ന് പറഞ്ഞതുപോലെ തോറ്റ പാർട്ടി CPM ആണ് കുറെ കൂടെ ശക്തിയുള്ള CPM. അവരുടെ ഇഴയെടുപ്പം കൂടും. ഞാൻ പറയുന്നത് അവർക്ക് ആളുകൾക്ക് ഒരുപക്ഷെ അവർ വലിയ സമരം നടത്തുകയും വണ്ടിക്കല്ലറിയൊക്കെ ചെയ്താൽ അവരോട് ബഹുജന സമൂഹത്തിനൊരു അവമതിപ്പുണ്ടായേക്കാം. പക്ഷേ അവരുടെ ഇഴയെടുപ്പം കൂടും. നമ്മൾ കണ്ടിട്ടുള്ളത്, കേരളം കണ്ടിട്ടുള്ളത് CPIM എന്ന രാഷ്ട്രീയ പാർട്ടി അവർക്ക് നേരെ പ്രശ്നം വരുമ്പോൾ അവർ ഒന്നായിട്ടങ്ങ് ശക്തിയോടെ നിൽക്കും. അത് എൻ്റെ ഈ പറയുന്ന നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിയെ കാണുന്ന മാധ്യമപ്രവർത്തകനായിട്ടും സാമൂഹ ജീവിയായിട്ടൊക്കെ കാണുന്ന കാലം തൊട്ട് തന്നെ അതങ്ങനെയാണ്. ഉദാഹരണത്തിന് TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം അതും അങ്ങേയറ്റം നിന്ദ്യമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ തോതിൽ CPMനെതിരെ വലിയ ആക്ഷേപമുണ്ടായി. മാധ്യമപ്രവർത്തകർ ഞങ്ങളൊക്കെ ചർച്ച ചെയ്ത് CPMകാരെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷവും അവർ തകർന്നു പോകുന്ന കരുതിയ, പക്ഷേ അവർ കയറി വന്നു. ഈ പിണറായി വിജയൻ SNC ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് അത്രമേൽ ശക്തമായിട്ട് അത്ര കാലം നിന്നാണ്. പക്ഷേ അപ്പോഴും അതിനെയും CPIM അതിജീവിച്ചു. ഇപ്പോൾ അവർക്ക് ക്ഷീണകാലമാണ്, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ ഇത്തരം ക്രൈസിസ് ഘട്ടങ്ങൾ അവരെ ചേർത്ത് നിൽക്കുക ചെയ്യുക. അതുകൊണ്ട് CPIM എന്നത് സംഭവിച്ചു പോകും എന്ന് ആണ് BJP വിചാരിക്കുന്നത്. നിങ്ങൾ തെറ്റായിരിക്കും എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ അവസ്ഥത്തെ ഉപയോഗിക്കുകയാണ്. കോൺഗ്രസ് ഇന്നലെ പിണറായി വിജയൻ വന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിലൂടെ തന്നെ കോൺഗ്രസും CPM തമ്മിലുള്ള പ്രശ്നമാണിത് എന്ന രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കേണ്ടി വരും. അവർ രണ്ടുപേരും പരസ്പരം നിന്ന് ശക്തിപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുണ്ടാവുക. മറ്റൊരു കാര്യം, പിണറായി വിജയൻ എങ്ങനെ ബാധിക്കുന്നു? പിണറായി വിജയൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയം കാണുന്ന കാലം തൊട്ട് ഈ മനുഷ്യനാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് അദ്ദേഹത്തിന് സ്തുതികൾ കൊണ്ടല്ല, അദ്ദേഹത്തിന് എതിർപ്പുകൾ കൊണ്ടാണ് അദ്ദേഹം എല്ലാ കാലവും കേന്ദ്രബിന്ദുവായി നിന്നിരുന്നത്. അത് ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആൾക്കറിയാം. ഈ തവണ അതിദയനീയമെന്ന് വിചാരിക്കാവുന്ന ഒരു പരാജയം അദ്ദേഹത്തിൻ്റെ പക്ഷത്തിലുണ്ടായപ്പോൾ ഇനി അങ്ങോട്ട് പിണറായി വിജയൻ ഒരു സൈഡിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കും കേരളത്തിൽ എന്ന് ആശ്വസിച്ച ആളുകൾക്ക് പോലും, പക്ഷേ എന്ന് വെച്ചാൽ ഒരു പുതിയ ഫ്രഷ് മുഖം കാണാൻ ആർക്കാ താല്പര്യമില്ലാത്തത്? അങ്ങനെ വിചാരിച്ച ആളുകൾക്ക് പോലും പക്ഷേ സംഗതി വീണ്ടും അദ്ദേഹത്തിലേക്ക് തന്നെ കാര്യങ്ങളെ ഈ EDയും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. അതാ ഇപ്പോഴും വീണ്ടും പിണറായി വിജയൻ വന്നിട്ട് ഈ പിണറായി വിജയനിൽ കേന്ദ്രീകൃതമായിട്ടാണ് ഇപ്പോൾ വീണ്ടും കേരള രാഷ്ട്രീയം കറങ്ങുന്നത്. നോക്കൂ, നമ്മളിപ്പം പൂക്കി എന്നും പിന്നെ വളരെ സ്നേഹസമ്പന്നനായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഈ മോട്ടോർ വാഹന സംഗതികളൊക്കെ പറയുന്ന ഒരു പുതിയ ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഇനി അങ്ങോട്ട് രാഷ്ട്രീയം നീങ്ങുക എന്നാണ് വ്യക്തിപരമായിട്ട് സീരിയസ് ആയിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നോക്കൂ, 2 ആഴ്ച കൊണ്ട് സംഗതി മാറി. സംഗതി വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഈ കേസ് നിരന്തരമായിട്ട് ഇങ്ങനെ തന്നെ പോകും. ഇനിയിപ്പോൾ സംഭവിക്കാനുള്ള എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. EDയുടെ ഭാഗത്ത് നിന്ന് ചറപറ വാർത്തകൾ വരും. ED വാർത്തകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിട്ടുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ പറയുന്നത് നമ്മൾക്ക് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നതുകൊണ്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇപ്പോൾ ഇവർ EDയുടെ ഭാഗത്ത് നിന്ന് ED അങ്ങനെ ചെയ്തു, ED ഇങ്ങനെ ചെയ്തു, മറ്റേത് പിടിച്ചെടുത്തു, മറിച്ചത് പിടിച്ചെടുത്തു, ഒരുപാട് വാർത്ത വരും. ഈ വാർത്തയെല്ലാം കൊടുക്കാനുള്ള വാർത്തകളാണ്. കാരണം EDയുടെ ഔദ്യോഗികമായുള്ള സംവിധാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ തന്നെയും വരുന്ന വാർത്തകളാണ്. കൊടുക്കുക തന്നെ ചെയ്യും. വാർത്ത അന്തരീക്ഷത്തിലേക്ക് വരും. പക്ഷേ ഈ വാർത്തയൊക്കെ കഴിഞ്ഞ അവസാനം അവരവരുടെ വീട്ടിൽ പോകും, കേസൊന്നും നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത് ഈ വാർത്തകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വരുന്നതുകൊണ്ടും രാഷ്ട്രീയമായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ടും ഇനി കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികൾക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ ആളുകളെ തല്ലി എന്ന ചോദ്യവുമായിട്ട് അവരുടെ അന്വേഷണ ഏജൻസികൾ വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ കേസ് രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീമായിട്ട് തുടരുകയും അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള സെൻട്രൽ പോയിൻ്റായിട്ട് പിണറായി വിജയൻ എന്ന നേതാവ് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പിണറായി വിജയൻ എന്ന നേതാവ് അവിടെ ഉണ്ടായിടത്തോളം കാലം CPMമാർ വന്ന് കൂടും. അവരിൽ ആളുകൾക്ക് എന്തുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ആൾ വീണ തൈക്കണ്ടിയിൽ ഒരു മറുപടി പോലും പറയുന്നില്ല എന്ന ചോദ്യം ഉള്ളപ്പോഴും പക്ഷേ അവർ CPIM ഈ അദ്ദേഹത്തിനോടൊപ്പം ഉറച്ചു നിൽക്കും. നമ്മൾ വീണ തൈക്കണ്ടിയിൽ എന്തുകൊണ്ട് മിണ്ടണമെന്ന് പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് ശ്യാമിലി. അതായത് ഈ നേതാക്കളെയൊക്കെ ഒരു രാഷ്ട്രീയം, നമ്മളിപ്പോൾ CPMൻ്റെ ഒരു ബിംബമായിട്ട് പിണറായി വിജയനെ കാണുന്നു. ശരി, അങ്ങനെ തന്നെ കാണണം. പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്തെ തന്നെയും കേരളത്തിലെ ഏറ്റവും മഹാനും വലുതുമായിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു, കോൺഗ്രസ് നേതാവായിരുന്നു K കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ മകള് BJPയിലാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവാണ് AK ആന്റണി. അദ്ദേഹത്തിൻ്റെ മകൻ BJPയിലാണ്. എന്ന് വെച്ചാൽ ഒരു നേതാവിനോടുള്ള സ്നേഹം കൊണ്ട് ആ നേതാവിൻ്റെ മകളോ മകനോ അതേ പാർട്ടിയുടെ ആളായിരിക്കണമെന്നില്ല, അതേ ആദരവ് നൽകണമെന്നില്ല. അതൊരു സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തി അവരുടെ കാര്യം വന്ന് വ്യക്തമാക്കുക എന്ന കാര്യം ചെയ്യും വരെ ഈ ചോദ്യങ്ങളിങ്ങനെ മുഴച്ചുകൊണ്ടേയിരിക്കും.